ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ ഗൈസ്, ഇന്ന് ഒരു അടാറ് കല്യാണത്തിന് പോവുകയാണ്. ഏതാ കല്യാണം എന്ന് പറയും പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ കല്യാണം ഭയങ്കര ഭംഗിയാക്കി തീർത്ത നമ്മുടെ അല്ലമീൻ കാറ്ററിംഗ് ഡെക്കറേഷൻ്റെ, അതായത് നമ്മളെ വീട്ടിലെ പന്തലായിക്കോട്ടെ, നമ്മളെ ഓഡിറ്റോറിയത്തിലെ പന്തലായിക്കോട്ടെ, ഓഡിറ്റോറിയത്തിലെ ഫുഡായിക്കോട്ടെ, ഓഡിറ്റോറിയത്തിലെ സ്റ്റേജ് സെറ്റിങ്സ്, കാറ്ററിംഗ് സർവീസ് മൊത്തത്തിൽ അവരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ സർവീസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റികളുള്ള അവരുടെ വേറൊരു പ്രൊജക്റ്റ് അവിടേക്ക് കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവരെയൊക്കെ വിളിച്ചു, സീനുവിനെ വിളിച്ചു, സൗഫിനെ വിളിച്ചു, കുട്ടികളെ വിളിച്ചു. ഇവർക്കൊന്നും വയ്യ, കാരണം റിസപ്ഷനാണ്. ഇവർ വേറെ എന്തൊക്കെയോ പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാനും ഉമ്മയും പാടെ നമ്മൾ ക്ഷണിച്ച സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് പോയി അവിടുത്തെ സ്റ്റേജും കാര്യങ്ങളും ഡെക്കറേഷനും ഫുഡിൻ്റെ ഐറ്റംസൊക്കെ പാടെ ഇന്ന് വീഡിയോ കണ്ട് വെള്ളമിറക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും സ്റ്റേജുമ്മ പല്ല് വേനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഞാൻ മെയിനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു സംഭവങ്ങൾ, ഒരു ഡിസൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. പിന്നെ അവിടുത്തെ വെറൈറ്റി ഫുഡും കാര്യങ്ങളും കാണിച്ചു തരാം. പലതരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോകുന്നത് മുരിക്കുംപറ്റയിലോട്ടാണ്. അവർ ഫുൾ ഡീറ്റെയിൽസ് അവർ കുറ്റിക്കോട് അവരുടെ കട ഉള്ള വരുന്നത്. മുരിക്കുംപറ്റാറിന് വരോട് ഇപ്പോൾ പോകണം, റിസപ്ഷനാണ്. പണ്ട് എങ്ങനെയാ വെച്ചാൽ ഞാനും ഉമ്മയും ചക്കരയൊക്കെയാണ് ഇങ്ങനെ പോക്ക്. ഇപ്പം ഉമ്മക്ക് ചക്കര അല്ലെങ്കിൽ ഒരു കുട്ടി ഇവിടെ ഉണ്ട് അല്ലേ. സനാനെ വിളിച്ചിട്ട് സന വന്നില്ല. അപ്പം മിയാസിന് എന്താണ് അവിടെ ഐസ്ക്രീം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഉടുപ്പും കുപ്പായം കെട്ടിട്ട് മാറ്റിയിട്ടുണ്ട് പോകുന്നത്. ഓക്കെ, എന്നാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട്. കുറച്ച് വൈകിക്കണം കേട്ടോ, കുറച്ച് നേരത്തെ പോയിട്ട് അതൊക്കെ ഒന്ന് സെറ്റിങ് എടുക്കണം വിചാരിച്ചു. അടിപൊളി പരിപാടിയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ എത്തി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ചക്കര ഇന്ന് 12 അല്ലമ്മ, നാളെ 13, 14 തീയതി ചക്കര എത്തും. 15 തീയതി അവിടെ നമ്മളെ വീട്ടിൽ ചെറിയൊരു വിരുന്നുണ്ട്. അതിൽ സിനൂന വിരുന്നിൽ അങ്ങനെ കൊണ്ടുപോകണമുണ്ട്. വലിയ കൂട്ടിക്കൊണ്ടൊരു ചടങ്ങോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പരിപാടികളും ഇപ്പം കഴിഞ്ഞു അല്ലേ. കല്യാണം, ഗംഭീര കല്യാണം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു, തലേ ദിവസത്തെ കല്യാണം കഴിഞ്ഞു, മൈലാഞ്ചി കല്യാണം കഴിഞ്ഞു, പന്തലൊക്കെ കഴിച്ചു പോയി. പിന്നെ നമ്മൾ ആ ഒരു സമയമാവാൻ കാത്തുന്നതാണ് അല്ലേ. 7-ാം മാസം അല്ലെങ്കിൽ 9-ാം മാസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നിന്നതാണ്. അല്ലെങ്കിൽ അവൾ അന്നേ കൊണ്ടാക്കാറുന്നു. അതിനാണ് പിന്നെയും ഞാൻ അവളെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊടുന്നത്. ഓക്കെ, ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ യാത്ര എന്നല്ല, നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കൂടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്താക്കി, ഒരു 2-3 ദിവസം കൂടി അല്ലേ. അപ്പോൾ ഒരു 3-4 ദിവസത്തിന് നമ്മൾ ഇങ്ങോട്ട് കൊടുന്നതാണ്. ഞാൻ അവർ വീട്ടുകാർ വരുന്നുണ്ട്. അപ്പോൾ അവരെ കൂടെ അങ്ങോട്ട് വിടും. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അല്ലേ അമ്മ. ഇനി എന്തായാലും കുറച്ച് ഞാൻ ഓൺ വോയിസാണ് കൊടുക്കണം, കാരണം ഇവിടെ പാട്ടൊക്കെ ഉണ്ട്. നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ഇവിടുത്തെ മൊത്തം സെറ്റിങ്സും നമ്മൾ നന്നായിട്ട് ഫുഡും കഴിച്ചിട്ട് നമുക്ക് പിടിയാതെ ഒന്നൊരു കല്യാണ വ്ളോഗാണ് ഗൈസ്.
ഗായ്സ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇച്ചുകൂട്ടിനൊക്കെ ഐസ്ക്രീം തിന്ന് നടക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? അടിപൊളി കല്യാണം അല്ലേ, രക്ഷയില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഐസ്ക്രീം അലിയനും ഇപ്പം പറയാം കേട്ടോ അല്ലേ. ഗൈസ് നല്ല ക്ലൈമറ്റ്, ഇടിയും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ നല്ലൊരു കല്യാണം കൂടിയൊരു ഫീലല്ല, നല്ലൊരു കല്യാണം നമ്മൾ കൂടിയില്ലേ. എന്തൊക്കെ കഴിച്ചുമ്മ? ഞാൻ കുറച്ച് ബീഫ് ബിരിയാണി തിന്നു. പത്തല് വാങ്ങിയായിരുന്നു. അപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെനിക്ക് ആ പേര് വായിൽ കൊള്ളാത്ത പേരുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. പത്തല്, അതിനെ പത്തല് എന്ന് പറയും വേറൊരു നാട്ടിലാ. അതിൽ ചപ്പാത്തി ഉണ്ട്, പത്തിരി ഉണ്ട്, എന്തൊക്കെ ഉണ്ട് അതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം കല്യാണക്കുള്ളിൽ ഒരുപാട് സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താവും. ഞാനൊന്നും നോക്കില്ല, എനിക്ക് ബീഫ് ബിരിയാണി തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഗൈസ് ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ കല്യാണത്തിന്, അതായത് ചക്കര കല്യാണം ഇവരാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് കാറ്ററിംഗ് സർവീസ് നടത്തിയത് അല്ലമീൻ കാറ്ററിംഗ് ആണ്. എനിക്ക് ഇതേമാതിരി സെൻറ്ററിൽ ഇരുന്ന് ചോറുന്നാനൊന്നും എനിക്ക് യോഗം ഉണ്ടായിട്ടില്ല. കാരണം കല്യാണ പെരയിൽ എനിക്ക് ഇതേമാതിരി നടുവിൽ നിന്നിട്ട് ഫുഡ് വാങ്ങി തിന്നാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. കാരണം നമ്മളന്ന് ഓടിപ്പാനി ചത്ത് നടക്കുകയല്ലേ. അപ്പോൾ ഇത് കൂടെന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ല. ഇവരെ എല്ലാ ഇതിലും ഒരുപാട് സംഭവങ്ങൾ ഞാൻ ആഡ് ചെയ്യാനുള്ള വേറെയും കുറേ പരിപാടികളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇവർ കല്യാണം കളറാക്കി തരുന്നുള്ളതാണല്ലോ അമ്മ. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളിയാണ്. ബീഫ് ബിരിയാണി നല്ലോണം കഴിച്ചു. എനിക്ക് തോന്നുന്നു ബീഫ് ബിരിയാണി ഇവരെ സ്പെഷ്യലിസ്റ്റാണ് തോന്നുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളും എല്ലാ സ്റ്റേജും അറേഞ്ച്മെൻറ്റ്സും ഒരു മൊത്തം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വൃത്തിക്ക് ചെയ്തു തരുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അല്ലേ. എന്തായാലും കോൺടാക്ട് ചെയ്തോളിയും. വീട്ടിലേക്ക് കല്യാണമോ ഫംഗ്ഷനോ മുടി കളച്ചിലോ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും കുടിയിരിക്കലാണെങ്കിലും അത് ഗംഭീരമാക്കിയിട്ട് നല്ല സ്റ്റാൻഡേർഡിൽ ഹെവി ലെവലിൽ ചെയ്തു തരും. അല്ലാതെയും ചെയ്തു കൊടുക്കുന്നുണ്ട്, മൊത്തത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു കല്യാണത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി ഫുഡാണ്. ആ ഫുഡ് ഇവർക്ക് നിങ്ങൾക്ക് 100% എന്താക്കുക വിശ്വാസത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റെന്ത് സർവീസ് ആണെങ്കിലും കാറ്ററിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഒക്കെ ലൈവൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, നല്ല വൃത്തിയിൽ തന്നെ എല്ലാം ചെയ്യുന്നത്. ഒരു പേടിയും പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലായിടത്തും ഉള്ളമാതിരി അറവ് റേറ്റും ഇവരുടെ കയ്യിലില്ല, മീഡിയം റേറ്റുള്ളൂ. നിങ്ങൾക്കൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ട് എന്തായാലും ഇവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ കല്യാണങ്ങളുള്ളവർ ഒരു നമ്പർ സേവ് ചെയ്ത് വെച്ചോളി, വിളിച്ച് സംസാരിച്ചോളി. കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ അല്ലമീൻ കാറ്ററിംഗ് ഡെക്കറേഷൻ ഈവൻറ്റ് മാനേജ്മെൻ്റ് ആണ് ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചക്കരയുടെ കല്യാണം മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ട് ഇവരാണ്. ആ ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്തായാലും ബൈ.